പോട്ടെ. ആ ഇല്ല, അതിവിടെ വന്ന് നിൽക്കും. ഇല്ലെന്ന് ചാടിക്ക്. ഇല്ലെന്ന്, അതങ്ങനെ അറിയത്തില്ല വണ്ടി. ഇല്ലെന്ന് ഇറങ്ങ്. ആ പോരട്ടെ. പെർഫെക്റ്റ് ഷോട്ട്. എനിക്ക് ഇന്നത്തേക്കുള്ള കണ്ടന്റ് കിട്ടും. ആ എന്നാ ചാടിയത്. മണ്ണി പൂഴുന്ന ഭയങ്കര പാടാണ് ഗൈസ്. വണ്ടി എടുത്തിട്ട് പോകണം. വലിച്ച് തുറന്നൊക്കെ എടുക്കണം. എൻ്റെ ഷൂ നിറച്ച മണ്ണായി. താഴോട്ട് ഇറക്കുവാണ്. ആ അത്ര ഉള്ളു. ഓക്കെ. നമുക്കിത് മിന്നിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് റിയാദിലാണ്. 3 വർഷമായി ഞങ്ങളൊരു ട്രിപ്പ് ഇവിടെ പ്ലാൻ ചെയ്തിട്ട്, ഇന്ന് നാളെ എന്നും പറഞ്ഞ് അതങ്ങ് നീണ്ടു പോവുകയാണ്. ഫൈനലി ഒരു പ്ലാനിങ്ങും ഇല്ലാതെ അതങ്ങ് ഫിക്സ് ചെയ്ത് റിയാദിൽ നിന്ന് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എഡ്ജ് ഓഫ് ദ വേൾഡ്, അതുപോലെ തന്നെ റെഡ് സാൻഡ്, ബോളിവാർഡ്, അതുപോലെ തന്നെ റിയാദ് ടവർ, കിങ്ഡൺ ടവർ. സോ അവിടേക്ക് ഇപ്പോൾ ഇന്നത്തെ യാത്ര അങ്ങോട്ടാണ്. അത് 4 ദിക്കിലേക്കാണ്. സോ എന്തായാലും നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇത്രയും നാൾ ഇത് നീണ്ടു പോകാൻ കാരണം ഒരാൾക്ക് ലീവ് കിട്ടുമ്പോൾ ഒരാൾക്ക് ലീവ് കിട്ടത്തില്ല. ഫൈനലി ഒരു പ്ലാനിങ്ങും ഇല്ലാതെ 2 ഡേ ഓഫും അതുപോലെ തന്നെ 3 സിക്ക് ലീവ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് അങ്ങ് ഫിക്സ് ചെയ്തു. എന്തായാലും യാത്രയിലെ വിശേഷം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. റെഡ് സാൻഡിലേക്ക് പോകുന്ന വഴി റോഡിൻ്റെ സൈഡിൽ കാണുന്ന ഈ വലിയ മണൽത്തട്ടയില്ലേ, ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ മണൽക്കുന്നായിട്ട് തോന്നും. പക്ഷെ ശരിക്കും ഇത് സാധാരണ മണലല്ല. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട സെഡിമെൻ്ററി റോക്സ് ആണ്. ഹൈവേ പണിയാൻ വേണ്ടി അവരൊരു വലിയ മലയുടെ ഭാഗം കുത്തനെ കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഈ സൈഡിൽ കാണുന്ന അതിൻ്റെ വരകൾ ശ്രദ്ധിച്ചോ, അത് ഓരോ കാലഘട്ടത്തിലും അടിഞ്ഞുകൂടിയ മണലും മിനറൽസുമാണ്. സോ ഫൈനലി നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കറങ്ങി പിടിച്ച് ഇവരുടെ ലൊക്കേഷനിലെത്തി. ശരിക്കും നമ്മൾ ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ട്. മരുഭൂമിയുടെ അവിടെ നിന്ന് കുറച്ചകത്തേക്കാണ് ഇവരുടെ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. ലാസ്റ്റ് ഞങ്ങൾ ഗൂഗിളിൽ നിന്ന് ഇവരുടെ നമ്പർ കണ്ടുപിടിച്ചാണ് വിളിച്ചത്. ഏതായാലും ഇവിടെ എത്തി. ഇനി ഇവിടുന്ന് നമ്മളിവിടെ അവരുടെ മരുഭൂമി കൂടെ ഓടുന്ന ആ ഡെസേർട്ട് ഡ്രൈവിനുള്ള വണ്ടി ഇവിടെയാണ്. ഇവിടുന്ന് നമ്മൾ ആ വണ്ടി എടുത്ത് നേരെ 1 അവറിന് 50 റിയാലാണ് ചാർജ് വരുന്നത്. സോ നമുക്കിവിടെ 1 അവർ ഫുൾ ആ മരുഭൂമി എക്സ്പ്ലോർ ചെയ്യാം. അതുപോലെ ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്ന ടൈം ഏകദേശം ഉച്ചയായതുകൊണ്ടേ അധികം ആൾക്കാരില്ല. ശരിക്കും ഒരു ഈവനിങ് ടൈം ഒക്കെ ആകുമ്പോഴാണ് ഒത്തിരി ആൾക്കാരിത് എൻജോയ് ചെയ്യാൻ വേണ്ടി എത്തുന്നത്. ഇപ്പം ഞങ്ങളിവിടെ കണ്ടിട്ടുള്ളൂ, വേറെ ആരും വന്നിട്ടില്ല. അതുപോലെ വീക്കെൻഡും അല്ല ഇന്ന്. വീക്കെൻഡും അതുപോലെ തന്നെ ഈവനിങ് ടൈം ഒക്കെ ആകുമ്പോഴാണ് ധാരാളം ആൾക്കാർ ഇവിടെ എത്തുക. പിള്ളേർ പുറകെ ഉണ്ട്. കേറി വാ അമല, കേറി വാ. ഓക്കെ, എല്ലാവരും ഉണ്ട്, പേടിക്കണ്ട. എടാ വാ.
വണ്ടി ആക്സിഡന്റ്. ഇവിടം കയറാണ് ഇച്ചിരി പാട്. ഫുള്ള് മണലാണ്. നമ്മള് വീഡിയോ എടുക്കുന്ന റിസ്ക്കാണ്. ഒരാളവിടെ പെട്ടുകിടക്കുവാണ് മണലില്. കുടുങ്ങി കുടുങ്ങി കുടുങ്ങി. വേറെ മാത്രം കിടക്കുന്നുണ്ട്. ഇറങ്ങി തള്ളാം. ഞാൻ അതുകൊണ്ട് പകുതി വരെ കയറ്റുള്ളൂ. പകുതിക്ക് വെച്ച് നിർത്തി. ആ തള്ളിക്കോ തള്ളിക്കോ. നന്നായിട്ട് തള്ളി ഇറക്ക്. കുറച്ച് മണൽ മാറ്റി പോരിങ്ങ്. വണ്ടി കൊണ്ട് മണലിൽ പൂഴ്ത്തി വെച്ചിട്ട് നടക്കുന്ന തണുപ്പുണ്ടോ ഒന്നും അറിയാത്ത വണ്ടി. സോമാസൊന്നും വേണ്ട, വണ്ടി എടുത്തിട്ട് അതാവട്ട്. ഒരാള് ഫ്രണ്ടിൽ പെട്ട് കിടക്കുന്നു. ഇനി ഒരാൾ നടുക്ക് പെട്ട് കിടക്കുന്നു. രണ്ടെണ്ണം താഴെ നിന്ന് കളിക്കുന്നു. ഞാൻ എങ്ങും എത്താതെ നടുക്ക് നിൽക്കുന്നു. മണ്ണ് പൂഴ്ന്നു പോവാണ്. മണ്ണി പൂഴുന്ന ഭയങ്കര പാടാണ് ഗൈസ്. വണ്ടി എടുത്തിട്ട് പോകണം. വലിച്ച് തുറന്നൊക്കെ എടുക്കണം. എൻ്റെ ഷൂ നിറച്ച് മണ്ണായി. താഴോട്ട് ഇറക്കുവാണ്. അത്ര ഉള്ളു. ഓക്കെ. എടാ എടാ മക്കളെ സൈഡിലേക്ക് വാ. എടുക്ക് ചാടി. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ചാട്. പോട്ടെ പോട്ടെ. ഇല്ല അതിവിടെ വന്ന് നിൽക്കും. ഇല്ലെന്ന് ചാടിക്ക്. ഇല്ലെന്ന് അതങ്ങനെ അറിയത്തില്ല വണ്ടി. ഇല്ലെന്ന് ഇറങ്ങ്. പോരട്ടെ. പെർഫെക്റ്റ് ഷോട്ട്. എനിക്ക് ഇന്നത്തേക്കുള്ള കണ്ടന്റ് കിട്ടും. എന്നാ ചാടിയത് ഇറക്ക് മരിച്ചാ നിങ്ങൾ വേഗം. ഇല്ലെന്ന് ഇല്ലെന്ന് പോരട്ടെ ഉമ്മച്ചാ. അത് പയ്യെ ആക്സിലേറ്റർ ഒക്കെ കൊടുത്ത് ഇച്ചിരി കൊടും. അപ്പൊ തന്നെ ഇറങ്ങി പൊക്കോളും. അത്രേ ഉള്ളു. പോരട്ടെ പോരട്ടെ. എടുക്കുന്നുണ്ട്. അത്രേ ഉള്ളു. അതിനാണ് കിടന്നത്. പോട്ടെ പോട്ടെ പോട്ടെ. ഫോട്ടോ എടുക്കാം മേളിൽ ചെന്നിട്ട്. മണലിൽ കയറിയ കളി മാറും. പിന്നെ നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ല. ഒറ്റക്കൈ കൊണ്ട് എടുക്കാനൊരു സ്കില്ല് വേണം മോനെ. ഫോട്ടോ നമുക്ക് നിർത്തിയിട്ട് എടുക്കാം. കുഴിക്കാത്ത പോവല്ലോ മനുഷ്യ. അൻ്റാകെ അങ്ങോട്ടാണോ? നേരെയല്ലേ? നേരെ പോടാ. അമ്മക്ക് ഇന്ന് വാ. മണ്ടേ കയറ്റാം. മണ്ടേ കയറ്റാം. എടുക്കാം. നീ പോ. മണ്ടേ കയറ്റ്.
മണ്ടേ കയറ്റിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിൽ ഇത് വേണ്ട, നമുക്ക് മണ്ടേ പോ. വഴി ശരിയല്ല ഗൈസ്, ഓഫ് റോഡാ മൊത്തം, കല്ലും കുണ്ടും മണ്ണും. അയ്യോ, ഇവിടെയൊക്കെ ഫോൺ നമ്മൾ സൂക്ഷിക്കണം. ഷൂവിൻ്റെ അകത്ത് ഫുള്ള് മണലാണ്. അതൊരു രാവിലെ പനിയായിട്ട് ഇറങ്ങിയതാ ഗൈസ്. പക്ഷേ ഉണ്ടല്ലോ, ഈ ചൂടും ഈ ഒരു വണ്ടിയൊക്കെ കൈ കിട്ടിയപ്പോൾ പനിയൊക്കെ ഏത് വഴി പോയെന്ന് അറിയത്തില്ല. ഫുൾ എനർജി. അമല എടുക്ക്. ഓക്കെ, നമുക്ക് മേളിലേക്ക് പോവാം. മേളിലേക്ക് പോവാം. മേളിൽ രണ്ട് ഫോട്ടോ എടുക്കണം. ഗൈസ്, എന്താ വ്യൂ അല്ലേ? ഒരാൾ നെഞ്ചത്ത് കയറ്റം വരുന്നുണ്ട്. സൈഡ് പിടിച്ചോ. കുടുങ്ങി പോണ വണ്ടി എക്സ്കേപ്പ് ആകുവാണ്. എക്സ്കേപ്പ് പിടിക്കുവാണ്. ഇനി തള്ളിക്കാൻ രണ്ടു കൂടെ കുടുങ്ങി പോകാൻ വന്ന വഴി രണ്ട് വണ്ടിയും കുടുങ്ങിയിട്ടുണ്ട്. രണ്ട് വണ്ടിയും കൂടെ കുടുങ്ങി കിടപ്പുണ്ട്. മതി ഇറങ്ങി തള്ളിരി കഴിഞ്ഞു. അതെൻ്റെ വണ്ടിയല്ല. അങ്ങോട്ട് കഴിഞ്ഞിട്ട് പോടാ. ആ കുഴിക്കകത്തോട്ട് പോകാല്ലേ? പോയി അങ്ങോട്ട് നോക്കോ, ആരും കണ്ടില്ല.
അവൻ കല്ലും വെള്ളമൊക്കെ ചാടിച്ചു പോണേ. സോ ഫൈനലി നമ്മളുടെ ഈ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഒന്നിലധികം സ്ഥലങ്ങൾ പ്ലാൻ ചെയ്താണ് ഞങ്ങളിവിടെ എത്തിയത്. പക്ഷേ ഒരു ദിവസം തന്നെ വേണ്ടി വന്നു ഇവിടെ തന്നെ എക്സ്പ്ലോർ ചെയ്യുക, ട്രാവൽ ഉൾപ്പെടെ. എന്തായാലും വന്നതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. വളരെ എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ശരിക്കും പനിയൊക്കെ ആയിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേ എനിക്ക് ആ പനിയൊന്നും ഇവിടെ ഫീൽ ചെയ്തില്ല. അതുപോലെ എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്തടുത്ത സ്ഥലങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സൈൻ ഔട്ട് ഫ്രോം ദിസ് ചാനൽ. ബൈ.